നമ്മളിന്ന് 8ാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ 2ാം ഭാഗമാണ് ഇനി ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വരച്ചിരുന്നു. നമ്മുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കി നോക്കാം. എന്നിട്ട് നമ്മളിത് 3 ഭാഗമായിട്ടാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് നമ്മൾ ആദ്യം ബാക്ക്ഗ്രൗണ്ട് വരച്ചു, രണ്ടാമത് നമുക്ക് ഈ ഒരു ബ്രാഞ്ച് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നോക്കി നോക്കാം. അതിലിവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യം ഒരു ലെയർ ഉണ്ടാക്കുക എന്നാണ്. ഇതാ ക്രിയേറ്റ് ന്യൂ ലെയർ അതിൻ്റെ പേര് ബ്രാഞ്ച് എന്ന് കൊടുക്കുക. ബ്രഷ് ടൂൾ ഉപയോഗിച്ചിട്ട് വരയ്ക്കാൻ പറയുന്നുണ്ട്. പിന്നെ ബ്രാക്കറ്റിൽ ഒരു ഓപ്ഷൻ കൂടെ തന്നിട്ടുണ്ട്. ബീസിയർ കർവ് ടൂൾ ഉപയോഗിച്ച് കൂടി നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാൻ പറ്റും. ഇതുകൊണ്ട് നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ കുറച്ചുകൂടി സ്മൂത്തായിട്ട് വരയ്ക്കാൻ പറ്റും. മറ്റേത് ഫ്രീ ഹാൻഡാണ്, നമ്മളെങ്ങനെ വരയ്ക്കുന്നു അതേപോലെ വരുന്നുണ്ടാവും. നമുക്കൊന്ന് നോക്കി നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. നമുക്ക് വരയ്ക്കേണ്ട ഇതാണ്. അപ്പം ഞാനതിന് ഇവിടെ ഒരു ലെയർ നമ്മൾ ആദ്യം ഉണ്ടാക്കണം. അപ്പം അതിന് നമ്മളിവിടെ ഒരു പ്ലസ് ഉണ്ട്, ഈ പ്ലസ് ക്ലിക്ക് ചെയ്യാണ്. പുതിയൊരു ലെയർ ഉണ്ടാക്കാൻ ഇവിടെ ഒരു പ്ലസ് ക്ലിക്ക് ചെയ്തു. ഇവിടെ പെയിൻറ്റ് ലെയർ 2 എന്ന് വന്നിട്ടുണ്ട്. അന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ബ്രാഞ്ച് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ബ്രാഞ്ച് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ബ്രാഞ്ചിൽ നിന്ന് പുതിയ ലെയർ വന്നിട്ടുണ്ട്. നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ള ലെയറുകളുടെ ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, ലെയർ ഈ ഒരു ബ്രാഞ്ച് മാത്രം മതി. അതുകൊണ്ട് നമ്മളിതൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഹൈഡ് ചെയ്യാം. ഇനി നമുക്കിതിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പറഞ്ഞു തരുന്ന ഈ ടൂളാണ്. എന്താ ബ്രഷ് ടൂളും അല്ലെങ്കിൽ വെച്ചിട്ടൊന്ന് വരച്ച് നോക്കാം. ഫ്രീ ഹാൻഡ് ബ്രഷ് ടൂള് ഓപ്ഷൻസ് ഇവിടെ ഉണ്ടാവും. എന്താ ഇവിടെ ഉണ്ടാവും വലതുഭാഗത്ത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു ടൂൾ എടുക്കുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഇതാ ഈ വലത് ഭാഗത്ത് ഇവിടെ ഉണ്ടാവും. അതിൻ്റെ സൈസ് ഇതാ മുകൾ ഭാഗത്ത് 40 എന്നുള്ളൊരു 15 ആക്കി. ഒപ്പാസിറ്റി ഉണ്ട്, തെളിച്ചാണ്. കളർ ഇതാ ഇവിടെ ഉണ്ട്. കളർ ഈ മുകൾ ഭാഗത്ത് ഇവിടെ ഇത് ബ്ലാക്കാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ മാറ്റണമെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ മാറ്റി കൊടുക്കാം. അങ്ങനെ പിന്നെ ഇതിൽ ബ്രഷാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലതരം ബ്രഷുകളുണ്ട്. ഞാനിപ്പോൾ ഇതിൽ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് ബേസിക് 5 സൈസാണ്. നമുക്ക് ഇഷ്ടമുള്ള ബ്രഷുകൾ ഉപയോഗിക്കാം, വരച്ച് നോക്കാം. തൽക്കാലം ഇപ്പോൾ ഇത് കിടക്കണതാണ് കൊണ്ട് ഇങ്ങനെ വരച്ചു എന്ന് മാത്രം. ഞാനിപ്പോൾ തൽക്കാലം ഇപ്പോൾ ഒരു ഫ്രീ ഹാൻഡ് വെച്ച് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഈ കാണുന്ന പോലെ ആണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഫ്രീ ഹാൻഡ് ഉപയോഗിച്ചുള്ളൊരു കുഴപ്പം, നമ്മൾ വരയ്ക്കുമ്പോൾ ഇതവിടെ ശ്രദ്ധിക്കുക. കണ്ടോ, ഇതേപോലെ കൃത്യമായിട്ട് ചിലപ്പോൾ വരണമെന്നില്ല. കണ്ടോ, ഷേപ്പ് ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ട് വരണമെന്നില്ല. നമ്മളതുകൊണ്ട് ഫ്രീ ഹാൻഡിന് പകരം അവർ ഓപ്ഷൻ തന്നേക്കുന്ന ബീസിയർ കർവ്, അത് ഇവിടെ ലെഫ്റ്റ് സൈഡിലുണ്ട്. ബീസിയർ കർവ് ടൂൾ ഇതാണ് ഏറ്റവും ഉചിതം. 15 എന്നുള്ളതിനൊരു 20 ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കട്ടെ. പറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അതേപോലെ ഒന്ന് ജസ്റ്റ് വരച്ച് നോക്കാം. ഈ ബീസിയർ കർവ് ആദ്യം ഒരു പോയിൻ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ പോയിൻ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ വളഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അഥവാ നമ്മൾ അറിയാതെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇവിടെ അറിയാതെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് വന്നിരിക്കട്ടെ, മൗസിലെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് പഴയ പോലെ ക്ലോസ് ആയി വരും. അഥവാ നമുക്കിതിപ്പോൾ വരയ്ക്കണ്ട എന്നുണ്ടെങ്കിൽ വീണ്ടും അതേ പോയിന്റിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ അത് ക്ലോസ് ആയിരിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. വരയ്ക്കുമ്പോൾ ഒരു ഐഡിയയിൽ ഇങ്ങനെ വരച്ചു പോവുക. ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്ന പോലെ ഞാൻ ജസ്റ്റ് വരച്ച് നോക്കുകയാണ്. കറക്റ്റായിട്ട് എങ്ങനെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഒരു ചെറിയ പോയിൻ്റ് ഉണ്ടാക്കി ടെക്സ്റ്റ് ബുക്കിൽ ഏകദേശം അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റില്ല. എന്നാലും നമുക്ക് ഏകദേശം ഒരു ഊഹം വെച്ചിട്ട് അങ്ങോട്ട് വരയ്ക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ അത് എന്തെങ്കിലും തെറ്റ് തോന്നുകയാണെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. വീട്ടിൽ ബുദ്ധിമുട്ടില്ലാതെ വരയ്ക്കാൻ പറ്റും.
ഇതിലൊരു ഓട്ടോമാറ്റിക്കായിട്ടൊരു ചിലപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കയറി പോവാറുണ്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വളരെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ട് കിട്ടും. അത് കറക്റ്റ് അതേപോലെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പറ്റുന്ന പോലെ ചെയ്യാന്നുള്ളതാണ്. ചെറിയൊരു വളവ് കിട്ടാൻ ചെറുതായിട്ടൊന്ന് കൊടുത്താൽ മതി. പിന്നെ ഇതിന് ഓട്ടോമാറ്റിക്കായിട്ടൊരു ചെറിയൊരു സ്നാപ്പ് ഉണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. അതും കൂടി യൂസ് ചെയ്താൽ നമുക്ക് കുറേ ഗുണങ്ങളുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഇങ്ങനൊരു ഡോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതേപോലെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണ്. എല്ലാവരും അത്ര വൃത്തിയായിട്ടൊന്നല്ല വരയ്ക്കുന്നത്, ഏകദേശം ഒരു ഐഡിയ വെച്ച് വരയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഏകദേശം വരച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഇത് കിട്ടും. ചെറിയൊരു ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിൻ്റ്, ലാസ്റ്റ് ഈ പോയിൻ്റിൽ തന്നെ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഏകദേശം വരച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിനുള്ള കളറുകളാണ്. നമുക്കറിയാം ഇത് ഡാർക്ക് ബ്ലാക്ക് കളറാണ് ഇതിനുള്ളത്. ടെക്സ്റ്റ് നോക്കി നോക്കാം, ഏകദേശം അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ നോക്കി നോക്കാം, നമുക്കിതിൽ കളറാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കളർ ശ്രദ്ധിക്കുമ്പോൾ ഇതിൽ നോക്കിയാൽ അറിയാം 2 തരം കളർ കാണുന്നുണ്ട്. അതിൽ ബേസിക്കായിട്ടൊരു കളറെന്ന് പറയുമ്പോൾ ഇതിൽ നോക്കിയാൽ ഒരു ലൈറ്റ് ബ്രൗണാണ്, കണ്ടോ, ബേസായിട്ട്. അതിൻ്റെ മുകളിലോട്ട് ഡാർക്ക് കളർ അങ്ങോട്ട് വെറുതെ ഒരു ബ്രഷ് ഇട്ട് വരച്ച പോലെയാണ് ഇതിലുള്ളത്. നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു കളർ തന്നെ ആദ്യം കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കതിനെ കിറ്റയിലോട്ട് വന്നു, ഫിൽ ടൂൾ എടുത്തു. ഫിൽ ടൂൾ എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക, കളർ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കണ്ടിന്യൂസ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് വേണം കളർ കൊടുക്കാൻ. അപ്പം നമുക്ക് അതിന് മുന്നേ അവിടെ നിന്ന് കളർ എടുത്തു. ഏകദേശം ഒരു ലൈറ്റ് കളറാണ് വരുന്നത്, ബ്രൗൺ തന്നെ കുറച്ച് ലൈറ്റ് കളറാണ് വരുന്നത്. ലൈറ്റ് കളർ എടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഗ്രേഡിയൻ്റൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ടെക്സ്റ്റിൽ കണ്ട പോലെ ഞാൻ കൊടുക്കുകയാണ്. കാണുമ്പോൾ തന്നെ ഗ്രേഡിയൻ്റ് എല്ലാം തോന്നിയത് കൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. നമുക്ക് അങ്ങനെ കൊടുക്കണമെങ്കിൽ ഗ്രേഡിയൻ്റ് കൊടുക്കാം. ഫിൽ ടൂൾ എടുത്തു. ഫിൽ ടൂൾ എടുക്കുന്നതിന് മുന്നേ കണ്ടിന്യൂസ് സെലക്ഷൻ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു. ആ ടൂളിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ സെലക്ഷൻ കിട്ടും. അപ്പോൾ നമുക്ക് കളർ കൊടുക്കുമ്പോൾ വെറുതെ റിസ്ക് ഇല്ല. നമുക്ക് ഫിൽ ടൂൾ ഉപയോഗിച്ചിട്ട് കളർ ക്ലിക്ക് ചെയ്തു. ലൈറ്റ് കളർ കുറച്ചുകൂടി ലൈറ്റ് ആവണമെന്ന് തോന്നും, കുറച്ചുകൂടി ഡാർക്ക് ആവാൻ തോന്നി. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ലേശം കൂടി ഡാർക്ക് കൊടുക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട് ഞാനത്. ഇനി ഈ സെലക്ഷൻ പോകണമെങ്കിൽ സെലക്റ്റിൽ ഡി സെലക്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനാണ്. സെലക്റ്റിൽ ഡി സെലക്ട് എന്ന് പറയുന്ന സെലക്ഷൻ ബോർഡ്. അല്ലെങ്കിൽ നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കളറ് ഒരു ചെറിയൊരു ഷെയ്ഡ് വരയ്ക്കാം. അപ്പോൾ നമുക്കതിന് വേണമെങ്കിൽ ഫ്രീ ഹാൻഡ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഈ ഫ്രീ ഹാൻഡ് ഉപയോഗിക്കുമ്പോൾ ആദ്യം ഇതൊന്ന് മൗസ് ഒന്ന് സ്ക്രോൾ ചെയ്യാം കേട്ടോ. മൗസ് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സൂം ചെയ്യാൻ പറ്റും. ഇനി ഇത് അങ്ങോട്ട് നീക്കണമെങ്കിൽ സ്ക്രോൾ ബട്ടൺ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒരു കൈയുടെ ചിഹ്നം വരും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നീക്കാൻ പറ്റും. ഞാനിങ്ങനെ നീക്കുകയാണ്. ഇനി ഇവിടെ ഒരു ഷെയ്ഡ് പോലെ ഒന്ന് വരച്ച് നോക്കാം.
അപ്പോൾ നമുക്കത് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഡാർക്ക് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതേപോലെ വരച്ച് നോക്കാം. നമുക്ക് അതിന് ബ്രഷ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതിനെ കുറച്ച് ഡാർക്ക് കളറാക്കുകയാണ്. ഇത് കുറച്ച് മുകളിലേക്ക് ആക്കുമ്പോൾ കണ്ടോ കുറച്ച് ഡാർക്കായി മാറും. എന്നിട്ട് ഇവിടുന്ന് ബ്രഷ് എടുത്തു. ഇതിൽ പലതരം ബ്രഷുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് പെൻസില്, നമുക്ക് ഈ ഒരു ഷെയ്ഡ് ഉപയോഗിച്ച് നോക്കാം. ചാക്ക് ഗ്രീന്, ചാക്ക് സോഫ്റ്റ്. ഇത് ബ്രിസ്റ്റൽസ് 3 ഇതെടുത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു. ഒന്ന് വരച്ച് നോക്കാം. സൈസ് ഒന്ന് കുറയ്ക്കാം. സൈസ് ഒന്ന് കുറച്ചിട്ട് ഒരു 39, ഒരു 50 ആവാൻ തോന്നുന്നു. ഇന്ന് ക്ലിക്ക് ചെയ്ത് 50 വരെയൊക്കെ ആവാൻ തോന്നുന്നു. കണ്ടോ ഇതേപോലെ ഒരു ബ്രഷ് ഇട്ട് വരച്ച പോലൊരു ചെറിയൊരു ഇങ്ങനെ വരച്ചാൽ നമുക്ക് ഏകദേശം ആ ഒരു എഫക്റ്റ് ഏകദേശം കിട്ടും. അതേപോലെ ഇവിടെ അതേപോലെ ഒന്ന് ഇതേപോലെ 2-3 തവണ വരച്ച് കഴിഞ്ഞാൽ ഏകദേശം അതേപോലെ ആവുന്നതായിരിക്കും. കളറ് പുറത്ത് പോകാതെ ശ്രദ്ധിക്കണം. ടെക്സ്റ്റ് ഒന്ന് നോക്കട്ടെ. അഥവാ കളറ് പുറത്ത് പോയി കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അത് നമുക്കിത് അതുപോലെ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോയാൽ ഒന്നെങ്കിൽ എഡിറ്റിൽ അണ്ടു കൊടുക്കുക, അല്ലെങ്കിൽ ഇത് കൊടുത്താലും മതി. രണ്ടും ഒന്ന് തന്നെയാണ്. നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടുന്ന് ഇങ്ങനെയാണ് പോകുന്നതല്ലേ, അപ്പോൾ നമുക്ക് അതേപോലെ ഒന്ന് വരച്ച് നോക്കാം. കൃത്യം അതേപോലെ വരണമെന്നും വരില്ല. നമുക്കെന്താ വെച്ചാൽ നമുക്ക് ഈ ടൂൾസുകളൊന്ന് വരയ്ക്കാനും ഉപയോഗിക്കാനുമാണ് മെയിനായിട്ട് ഇതിൽ ഉള്ളത്. ഇവിടെ ഒരു ചെറിയ ഭാഗത്ത്, ഇവിടെ ഒരു ഭാഗത്തും ഉണ്ട്. അവിടെ ഇതേപോലെ ഒന്ന് ഇങ്ങനെയൊന്ന് ഇതേപോലെ ഒന്ന് അമർത്തി പ്രസ് ചെയ്യാണ്. ഇപ്പോൾ ചെറിയൊരു മരത്തിൻ്റെ ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഷെയ്ഡിങ്ങൊക്കെ കൊടുക്കുന്നത്. ഇനി ഇവിടെ അതേപോലെ 2-3 ഭാഗത്തും കൊടുത്തു നോക്കാം. ഇവിടെ ചെറുതായിട്ടൊന്ന് ഞാൻ വരച്ചു. കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഏകദേശം ബ്രാഞ്ച് ഏകദേശം ആയി, കൃത്യമല്ലെങ്കിലും ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് സേവ് ചെയ്യാണ് ഫയൽ. ഞാനത് മുന്നേ സേവ് ചെയ്തിരുന്ന ഫയലായതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അതൊന്ന് സേവ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഇതിങ്ങനെ ഇപ്പോൾ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏകദേശം ഇങ്ങനെ കാണാൻ പറ്റും. ഇനി ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കണമെങ്കിൽ ബ്രാഞ്ച് സെലക്ട് ചെയ്തിട്ട് ഈ ടൂൾ എടുക്കണം. ഈ ട്രാൻസ്ഫോം സെലക്ട് ചെയ്താൽ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കാൻ പറ്റും. ചെറുതായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കി വെക്കൊക്കെ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു ഇതിലേക്ക് വരാം. നമുക്ക് 2 കാര്യങ്ങളായി. നമുക്കിനി 3ാമത്തെ ഘട്ടം നമുക്കൊന്ന് നോക്കി നോക്കാം. വരയ്ക്കാനുള്ളത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഈ പക്ഷിയാണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ആദ്യം ഒരു 2 ലെയർ നിർമ്മിക്കണം. അതിന് ഫസ്റ്റ് ലെയർ നിർമ്മിക്കാൻ ഇവിടെ പ്ലസ് അമർത്തുക. പെയിൻറ്റ് ലെയർ 2 വന്നു. ലെയറിൻ്റെ പേര് ഹെഡ് എന്ന് ടൈപ്പ് ചെയ്യാം. പുറത്ത് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് 2 ഭാഗമായിട്ടാണിത് വരയ്ക്കുന്നത്. ആദ്യം ഒരു സർക്കിൾ വെച്ചിട്ട് തല വരയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് ഭാഗത്ത് എലിപ്സ് ടൂളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ കളർ നമുക്ക് ഇവിടുന്ന് ഫോർഗ്രൗണ്ടിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള കളറ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഓക്കെ കൊടുക്കുക. ഈ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കൊരു കറക്റ്റ് സർക്കിളാണ് വേണ്ടത്. അതിന് നമ്മളിവിടുന്ന് ഏകദേശം ഒരു പകുതിക്ക് മുകളിലായിട്ട് ആദ്യം ക്ലിക്ക് ചെയ്ത് ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് സർക്കിള് ഷേപ്പ് നമുക്ക് കൃത്യം സർക്കിൾ വരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യ സർക്കിൾ വരാൻ വേണ്ടിയിട്ട് വരച്ച് തുടങ്ങിയതിന് ശേഷം മാത്രം ഷിഫ്റ്റ് അമർത്തി പിടിക്കുക. ആദ്യം ഷിഫ്റ്റ് അമർത്തരുത്, വരില്ല. കാരണം നമ്മൾ ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സർക്കിൾ വരയ്ക്കുന്നത്. ഷിഫ്റ്റ് അമർത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സർക്കിൾ കറക്റ്റ് ആവും. ഞാൻ എത്ര ശ്രമിച്ചാലും വേറെ സർക്കിൾ വരില്ല, കൃത്യമായിട്ട് സർക്കിൾ വരും. എന്നിട്ട്
കൈയെടുക്കുക. ഇനി അഥവാ സൈസ് വ്യത്യാസം തോന്നുകയാണ്, പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അണ്ടു അടിക്കുക. സൈസ് ഇവിടെ കുറയ്ക്കണമെങ്കിൽ നമുക്ക് കുറയ്ക്കുക ചെയ്യാം. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് വരയ്ക്കുമ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, കൈയെടുക്കുക. നമുക്ക് കുറച്ചുകൂടി സൈസ് വേണം തോന്നുകയാണെങ്കിൽ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടൊരു 20-25 മതിയാവും. വീണ്ടും വരയ്ക്കുക, ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, കൈയെടുക്കുക. ഇനി അടുത്തത് ബോഡിയാണ് വരയ്ക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഒരു ലെയറോട് നിർമ്മിക്കണം. അപ്പോൾ നമ്മളിവിടുന്ന് പ്ലസ് ക്ലിക്ക് ചെയ്യുന്നു, പെയിൻ ലെയർ 2 എന്ന് വരുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, പേര് നമ്മൾ എന്ത് കൊടുക്കുന്നു, ബോഡി എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ബോഡി ഇതേപോലെ വരയ്ക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വരയ്ക്കാം. നമുക്കൊരു ബോഡി വന്നു. നമുക്കതിനെ തിരിക്കാൻ വേണ്ടിയിട്ട് ഇടത് ഭാഗത്ത് ട്രാൻസ്ഫോം ടൂൾ എടുക്കാം. ട്രാൻസ്ഫോം ടൂൾ എടുത്താൽ ഇങ്ങനെ ഈ പ്ലസ് വരുന്ന നടുക്ക് ഇവിടെ പ്ലസ് വരും. പുറത്താണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ളതാണ്. നടുക്ക് ഈ പോയിൻ്റ് സെൻറ്ററാണ്, അതിൽ തൊടരുത്. ലെഫ്റ്റിൽ ഈ ഒരു പ്ലസ് വരുമ്പോൾ മാത്രം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നീക്കാൻ പറ്റില്ല. ഇത് അതിൻ്റെ തിരിക്കണ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഈ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ പുറത്ത് മൗസ് വെറുതെ കൊണ്ട് ചെന്നാൽ തന്നെ തിരിക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഇങ്ങനെ തിരിക്കുക. എന്നിട്ട് ഇതിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഏകദേശം ഒന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഏകദേശം ഇങ്ങനെ ആക്കി വെക്കുക. എന്നിട്ട് ഒന്നാമത്തെ ടൂൾ ക്ലിക്ക് ചെയ്താൽ ഏകദേശം ആയി. ഇനി നമുക്ക് ഒരു പൊട്ടിക്കൂടി താഴേക്ക് വെക്കുകയാണ്. ഓക്കെ. നമുക്കിതിൽ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന പോലെ ഈ ഒരു സൈഡ് ഇങ്ങനെ വരയ്ക്കാം. വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ലെഫ്റ്റ് സൈഡിൽ ബീസർ കർവ് ടൂൾ എടുത്തു. ഇതൊന്ന് കുറച്ചുകൂടി സൂം ചെയ്തിട്ട് വേണം നമുക്കിത് വരയ്ക്കാൻ. ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു. നമുക്കിത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡ് ഭാഗം വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഹെഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തു, കാരണം ഹെഡിലാണല്ലോ ഇത് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു. നമുക്ക് ഈ സർക്യൂട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗം വരച്ചേ പറ്റൂ. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു. നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാം. അതിന് ലെഫ്റ്റ് സൈഡിൽ ഫ്രീ ഹാൻഡ് ടൂൾ ഉപയോഗിച്ചിട്ട് ഈ ബ്രഷ് നമുക്ക് എറേസറാക്കണം. എറേസറാക്കിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന പോലെ ഈ ഒരു ഭാഗം വേണം നമുക്ക്, കണ്ടോ, അടിഭാഗം വേണ്ട. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ഒഴിവാക്കാം. ഒന്ന് സൂം ചെയ്തിട്ട് ഇങ്ങനെ ഒഴിവാക്കാം. ഈ ഒരു ഭാഗം കൂടി നമ്മളിങ്ങനെ നല്ല ഒഴിവാക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ ഹെഡിന് ഏകദേശം വേണ്ട കാര്യങ്ങളായിരിക്കണം. ഇനി നമ്മൾ ബാക്കി കളറും കാര്യങ്ങളും അതേപോലെ അടിഭാഗം കൊടുക്കണം. അപ്പോൾ അത് ബോഡിയിലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ബോഡി ക്ലിക്ക് ചെയ്തു ഈ ഒരു അടിഭാഗം ഇങ്ങനെ വരയ്ക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ബീസർ കർവ് ടൂൾ എടുത്തു. നമ്മുടെ സെലക്ഷൻ ഇപ്പോൾ അതിവിടെ എറേസറാണ് കിടക്കുന്നത്. അത് മാറ്റിയിട്ട് ഈ ഒരു ബേസിക് 5 എന്നുള്ളതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് ബേസിക് 5 എന്നുള്ളത് എടുത്തു, ബീസർ എടുത്തു. ഈ അടിഭാഗം നമുക്ക് ടെക്സ്റ്റ് കാണുന്ന പോലെ ഇതുപോലെ വരച്ചെടുക്കാം. ഇതേപോലെ വരച്ചെടുക്കാം. അപ്പോൾ നമ്മളതിന് ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു. നമുക്ക് വേണ്ടാത്ത ഈ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇവിടുന്ന് എറേസർ ടൂൾ എടുത്തു. ഇവിടുന്ന് ഫ്രീ ഹാൻഡ് ടൂൾ എടുത്തിട്ട് ഒന്ന് സൂം ചെയ്തിട്ട് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കളയുന്നു.
ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, കുഴപ്പമില്ല. നമുക്കടുത്ത് എന്തായാലും കൊടുക്കാനുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയേക്കാം. അപ്പം ഇതായി. ഇനി നമുക്ക് ഈ അടിഭാഗമാണ് വരയ്ക്കേണ്ടത്. അത് ഇതേപോലെ നമുക്കൊന്ന് വരച്ച് നോക്കാം. അടിഭാഗം വരയ്ക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ബേസർ കർവ് എടുത്തു. ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു. ഏകദേശം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഒരു ചെറിയ, നമ്മൾ ഈ എറേസർ ടൂൾ മാറ്റിയില്ല, ഇതിന് വീണ്ടും ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ കാലാണ് വരയ്ക്കാനുള്ളത്. അപ്പോൾ ഈ കാല് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത് വേറെ കളറായിട്ട് വരയ്ക്കാവുന്ന നന്നാവുക. കാരണം അതായത് ഇത് നോക്കിയാൽ അറിയാം, ഇതൊക്കെ ഇതിൻ്റെ ഔട്ട്ലൈനൊക്കെ ഒരേ കളറാണ്. അപ്പോൾ അതിനോട് ചേർന്ന് വരച്ചാൽ ചിലപ്പോൾ കളർ കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നമ്മൾ ഇത് ലാസ്റ്റ് വരയ്ക്കാം. ഇനി ഇതിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഏകദേശം നമുക്ക് അടിഭാഗം എത്തി. ഇനി ഇവിടെ ഒരു കണ്ണ് വരയ്ക്കാനുണ്ട്. അപ്പോൾ കണ്ണ് വരയ്ക്കാൻ ആദ്യം ഹെഡ് ക്ലിക്ക് ചെയ്തു, ഇവിടെ എലിപ്സ് ടൂൾ എടുത്തു, സൂം ചെയ്തിട്ട് ഈ ഭാഗത്തായിട്ട് ഒരു കണ്ണ് വരയ്ക്കണം. അപ്പോൾ കണ്ണ് വരയ്ക്കാൻ ഇതിൽ ടെക്സ്റ്റിൽ ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുണ്ടാവുക, ഇതാക്കണ്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ബ്ലാക്ക് കളർ കൊടുക്കണം. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ സെറ്റ് ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ടു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാനാണ് ഈ ഒരു ഓപ്ഷൻ. ഇത് ക്ലിക്ക് ചെയ്താൽ വേഗം വരും. ഏകദേശം ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് പിടിക്കുക, അപ്പോൾ കറക്റ്റ് കണ്ടു വരും. ഇനി നമുക്കിതിന് കളറും കാര്യങ്ങളാണ് കൊടുക്കാനുള്ളത്. കളറും കാര്യങ്ങളും കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഈ ബോഡി ഒന്ന് ഒഴിവാക്കുമ്പോൾ അത് ഈ ഒരു ഷേപ്പ് കണ്ടോ, നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലാണ് കളർ വരേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷേപ്പ് വരച്ചത്. ഈ ഒരു ഷേപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കളർ കൊടുക്കാൻ പറ്റില്ല, ഇത് ഓപ്പൺ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മളിതിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടത് ഭാഗത്ത് കളർ സെലക്ട് ചെയ്യുക. അതിന് ഗ്രേഡിയൻ്റ് ഉപയോഗിച്ചിട്ടാണ്, ഈ ഒരു ഗ്രേഡിയൻ്റ് ഉപയോഗിക്കുക. ഇവിടെ ഗ്രേഡിയൻ്റിന് കളർ കൊടുക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന പോലെ ഇവിടെ കുറച്ച് ഡാർക്ക് ബ്ലൂവും ഇവിടെ ലൈറ്റുമാണ്. അപ്പോൾ നമുക്ക് അതേപോലെ ഈ ഒന്നാമത്തെ കളറ് കുറച്ച് ഡാർക്ക് ബ്ലൂ കൊടുക്കാം. അത്രയും ഡാർക്കില്ല, കുറച്ച് ലൈറ്റാക്കാം. രണ്ടാമത്തെ കളറ് ഒന്നുകൂടി ലൈറ്റ് കളർ കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നാമത്തത് ഈ ഒരു ഫിൽ ഗ്രേഡിയൻ്റ് എന്നുള്ളതിൽ ഒന്നാമത്തെ ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം മാത്രമായിട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഹെഡ് അല്ല എന്ന് ഉറപ്പിക്കുക. എന്നിട്ട് ഇവിടെ ഒരു കണ്ടീജിയസ് സെലക്ഷൻ ടൂൾ എടുത്ത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഷേപ്പിൽ കളർ വരും. നമുക്കിതിനെ ഗ്രേഡിയൻ ടൂൾ ഈ ഒരു ടൂൾ എടുത്ത് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. ഏകദേശം അതുപോലൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം അതേപോലെ ഒരു കളറായിട്ടുണ്ട്. എന്നിട്ട് സെലക്റ്റിൽ ഡീസെലക്റ്റ് എന്നൊരു ഓപ്ഷൻ കൊടുക്കണം, എന്നാലാണ് കളറ് മാറുള്ളൂ. ഇനി നമുക്കിതിന് ഇവിടെ ഒരു റെഡ് കളർ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് റെഡ് കളറാക്കുക. അതിന് ഫിൽ ടൂൾ ഉപയോഗിച്ചാലും മതിയാവും. എന്നിട്ട് ഇവിടെ ഫില്ല് ചെയ്തു. ഇനി നമ്മുടെ ബാക്കി ഇനി എന്താ വരയ്ക്കാനുള്ളത്, ഇതിന് ബ്ലാക്കും വൈറ്റുമാണ്, കുഴപ്പമില്ല. ഇനി ഈ ഉടലാണ്. ഉടൽ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ രണ്ട് കളറാണ്. ഇവിടെ ഒരു ബ്ലൂവും ഇവിടെ ഒരു ഗ്രീനുമാണ്. അപ്പോൾ നമുക്കതിന് വീണ്ടും ബോഡി സെലക്ട് ചെയ്യണം. ബോഡി സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഗ്രീൻ കൊടുക്കുക, ഒന്ന് ഈ ബ്ലൂ കൊടുക്കാം. എന്നിട്ട്
കണ്ടിജി സെലക്ഷൻ ഉപയോഗിക്കണം. കണ്ടിജി സെലക്ഷൻ എടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്തു. അതാ സെലക്ഷൻ വന്നു. നമുക്ക് ജസ്റ്റ് ഗ്രേഡിയൻ്റ് വെച്ചൊന്ന് വരച്ച് നോക്കാം കളർ എങ്ങനെ വരുന്നു. തിരിച്ചാണ്, അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് വരച്ച് നോക്കാം. ഏകദേശം അതേപോലെ കളർ വന്നു. ഇത് സെലക്റ്റിൽ ഡീസെലക്റ്റ് കൊടുത്തു. ഇനി നമുക്കിതിൽ കളർ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ഭാഗത്ത് ഇവിടെ എന്താ കൊടുത്തേക്കെന്ന് നോക്കാം. ഇവിടെ ബ്ലൂ കളറാണ്, ഡാർക്ക് ബ്ലൂ ആണ്. നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് ഡാർക്ക് ബ്ലൂ കളർ എടുത്തു, ഫിൽ കളർ എടുത്തു, കണ്ടിജി സെലക്ഷൻ എടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫിൽ ടൂൾ എടുത്ത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി സെലക്റ്റിൽ ഡീസെലക്റ്റ് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ഇതായി കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു ചെറിയ കാല് വരയ്ക്കാനുണ്ട്. കാല് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കി വെക്കാം. റെഡ് കളറാണ്. അപ്പോൾ നമുക്ക് ബോഡി ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബീസിയർ ടൂൾ എടുത്തു. ബീസിയർ ടൂൾ എടുത്തിട്ട് നമുക്ക് റെഡ് കളറിൽ തന്നെ വരയ്ക്കാം. ഇത് ഞാൻ ഈ ബോഡിയോട് ചേർന്നിട്ട് വരയ്ക്കുകയാണ്. അതിൻ്റെ ഷേപ്പ് നമുക്കിതിൽ നോക്കുമ്പോൾ ഇതാ വല്ലാത്തൊരു ഷേപ്പാണ്. ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഒരു 1, 2, 3 ഭാഗമായിട്ടാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ 4 ഭാഗം, 1, 2, 4 ഭാഗമായിട്ടാണ് ഉള്ളത്. നമുക്ക് അതേപോലെ ഒന്ന് വരച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബേസിയർ കർവ് ടൂൾ എടുത്തു. ഇവിടുന്ന് നീളത്തിൽ ഒരു ലൈൻ വരച്ചു. തിരിച്ച് ഞാൻ കുറച്ചിങ്ങോട്ട് പുറകോട്ട് വരച്ചു. വീണ്ടും ഇങ്ങനെ വരച്ചു. ഏകദേശം ഒരു ഷേപ്പിൽ വരച്ചു. ഒന്നുകൂടി വരയ്ക്കുകയാണ്. ക്ലിക്ക് ചെയ്തു. ശരിയാവണില്ല, ഒന്നുകൂടി വരയ്ക്കുകയാണ്. ഒന്നുകൂടി വരയ്ക്കുകയാണ്. ബേസിയർ കർവ് എടുത്തു. കാല് ഏകദേശം കാല് വരച്ചു. ഇനി നമുക്ക് കളറും കാര്യങ്ങളൊക്കെ ഏകദേശമായി. നമുക്ക് കളർ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. എല്ലാം കൂടി ഒന്ന് വന്നിട്ട് നോക്കി നോക്കാം. ഇനി നമുക്ക് ഈ ബോഡിയും ഹെഡും കൂടി എന്ത് ചെയ്യാം, രണ്ടും കൂടി സെലക്ട് ചെയ്യാം. അതിന് കൺട്രോൾ അമർത്തിയിട്ട് ഇവർ പറഞ്ഞുതരാം. ബോഡിയും ഹെഡും കൂടി കൺട്രോൾ അമർത്തി പിടിക്കുമ്പോൾ ഒരുമിച്ചാവും. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ക്വിക്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനൊക്കെ. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് മാറും. എന്നിട്ട് ഈ ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിനൊന്ന് ചെറുതാക്കുവോ വലുതാക്കുവോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പക്ഷിയുടെ വലിപ്പം നമ്മുടെ ഇതിനെ ഫയലിനനുസരിച്ചിട്ടൊന്ന് ക്രമീകരിക്കാം. ഏകദേശം നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇനി നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് നോക്കി നോക്കാം. നമുക്ക് പക്ഷിയെ വരച്ച് കഴിഞ്ഞു. ഇനി അതിനെ പിന്നെ വരയ്ക്കേണ്ടത് ഇലകളാണ്. ഈ ഇലകളോടെ വരച്ച് കഴിഞ്ഞാൽ ഏകദേശം പൂർത്തീകരിച്ചു. അപ്പോൾ ഇല വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ ഇല വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ബീസർ കർവ് ഉപയോഗിച്ചൊരു ഷേപ്പ് വരയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ഇതിൻ്റെയൊക്കെ സെലക്ഷൻ
സെലക്ഷൻ മീൻസ് ഗ്രൂപ്പിൻ്റെ സെലക്ഷനും ബ്രാഞ്ചും ബീജിയൊക്കെ ഒഴിവാക്കി ഒരു പുതിയ ലെയർ ഉണ്ടാക്കുകയാണ്. പ്ലസ് നമ്മളിതിൻ്റെ വലത് ഭാഗത്ത് പ്ലസ് അമർത്തിയിട്ട് പെയിൻറ്റ് ലെയർ 3 എന്ന് പറയുന്നത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ലീഫ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയ ലെയർ ഉണ്ടാവും. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കാം. അതിൽ ഇതേപോലെയാണ് വരയ്ക്കേണ്ടത്. അതിനുശേഷം ഇതേപോലെ കുറച്ച് ഭാഗങ്ങൾ വരയ്ക്കേണ്ടതാണ്. ഒരു ആംഗിളൊക്കെ തിരിച്ച് വരയ്ക്കാനുള്ളതാണ്. നമുക്ക് ആദ്യം ഒരു ലീഫ് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. അതിൻ്റെ ഇടത് ഭാഗത്ത് ബീസർ കർവ് ടൂൾ എടുത്ത് നമ്മുടെ ഈ കളർ നമുക്ക് ആദ്യം പച്ചയാക്കണം. അതിന് ഇത് ക്ലിക്ക് ചെയ്തിട്ട് പച്ചയാക്കി. ഇനി നമുക്ക് ബീസർ കർവ് ടൂൾ എടുത്തു. ഇനി ലീഫ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ചരിക്കണം. എന്നിട്ട് അവിടെ ഒരു പോയിൻ്റ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് തിരിക്കുന്നു. എന്നിട്ട് ഫസ്റ്റ് പോയിൻ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ലീഫ് പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് കളർ കൊടുക്കണം. കളർ കൊടുക്കുമ്പോൾ 2 തരം കളർ കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പച്ചയുണ്ട്. ഇനി രണ്ടാമത്തെ കളർ നമുക്ക് കുറച്ചുകൂടി ഡാർക്ക് പച്ച കൊടുക്കാം. ഓക്കെ കൊടുത്തു. ഇനി ഇതിൽ ഡാർക്ക് പച്ചയെ ഇനി നമുക്ക് കണ്ടീജിയസ് സെലക്ഷൻ എടുത്തു. ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇതിൽ സെലക്ട് ചെയ്തിട്ട് ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തു. ഗ്രേഡിയൻ്റ് ടൂൾ എടുത്തു. ഇവിടെ ലെഫ്റ്റ് റൈറ്റിലോട്ടൊന്ന് ഡ്രാഗ് ചെയ്തു. അപ്പോൾ ഏകദേശം ഇല പോലെ ഉണ്ട്. ഈ കണ്ടീജിയസ് സെലക്ഷൻ ഇനി ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഒന്നുകൂടി ഒന്ന് വരച്ചു. ഇനി നമുക്കിതിനെ സ്റ്റാമ്പാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഈ ഫ്രീ ഹാൻഡ് ടൂൾ എടുത്തിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് ബ്രഷ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടൂള്. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്രീ ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ താഴെ സ്റ്റാമ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ക്രിയേറ്റ് മാസ്ക് ഫ്രം എന്നുള്ളത് ഒഴിവാക്കുമ്പോൾ കണ്ടീജിയസ് സെലക്ഷൻ്റെ ഉള്ളിലത്തെ മാത്രം നമുക്ക് കാണാം. എന്നിട്ട് ഓക്കെ കൊടുക്കുക, സേവ് കൊടുക്കുക. എന്നിട്ട് നമുക്കിപ്പോൾ ലീഫ് കിട്ടിയിട്ടുണ്ട്. അതൊരു ബ്രഷായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിതിനെ ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. ആ വെള്ള ക്ലിക്ക് ചെയ്താലാണ്. ഇനി നമുക്ക് ലീഫ് വന്നു. ഇനി നമുക്ക് എവിടെ വരയ്ക്കേണ്ടത്? ബ്രാഞ്ചിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യൂ ഒക്കെ കൊടുത്ത് BGM കൊടുത്ത് കിളി ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ വ്യൂ കൊടുക്കുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി സെലക്റ്റിൽ ഡീസെലക്ട് കൊടുത്തിട്ട് നമുക്കിവിടെ നോക്കിയാൽ ചെറിയ ഇലയായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സൈസ് ഇവിടെ മുകൾ ഭാഗത്ത് ഉണ്ടാവും. 5 ആണ്. അത് നമ്മൾ കൂട്ടുന്നതനുസരിച്ചിട്ട് ഇലയുടെ ഷേപ്പ് നമ്മൾ ഒരു കുറച്ചുകൂടി കൂട്ടാം. കണ്ടോ? നമ്മുടെ മരത്തിനനുസരിച്ചിട്ടുള്ള ഷേപ്പിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ എവിടെയൊക്കെ വേണോ അവിടെയൊക്കെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ആംഗിളിൽ വരുന്ന ഇലകൾ എവിടെയൊക്കെയെന്ന് വെച്ചാൽ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ്. അവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതായിട്ടത്ത് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക, വലതുഭാഗത്ത് വരുന്നില്ല. കാരണം അതിന് ബ്രാഞ്ച് ക്ലിക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. ബ്രാഞ്ച് ക്ലിക്ക് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇല വന്നു. അപ്പോൾ അങ്ങനെ 2. അതേപോലെ ഇവിടെ മൂന്നാമത്തെ ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്തു. അങ്ങനെ നമുക്ക് വേണ്ട ഭാഗങ്ങൾക്കൊക്കെ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഏകദേശം ഇപ്പോൾ ഈ ഒരു ആംഗിളിൽ വരുന്ന ഇലകളുടെ സ്ഥലങ്ങളൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ ആംഗിൾ മാറ്റണം. ഇല ഇങ്ങനെയല്ല ചരിക്കണം. അതിന് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഓപ്ഷൻ വരും. അതിലൊരു ആരോ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ആംഗിൾ 0 ആണ് കാണുന്നത്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു 90 ഡിഗ്രി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന് അകത്തോട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ആദ്യം ക്ലിക്ക് ചെയ്താൽ വരില്ല, രണ്ടാമത് ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ഒരു ആംഗിളിൽ ഇല വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് ഇലകളാക്കി കൊടുക്കുക. ഇവിടെയൊക്കെ ഏകദേശം ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ ആവശ്യമില്ല. ഇനി നമുക്ക് വീണ്ടും
ആംഗിൾ മാറ്റണം. റൈറ്റ് ക്ലിക്ക് ചെയ്യണം. 90 ഡിഗ്രി മാറ്റിയിട്ട് ഞാനിപ്പോൾ ഒരു 180 കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ബാക്ക് സ്പേസ് അടിച്ച് 180 എന്ന് കൊടുക്കുന്നു. എൻ്റർ അടിക്കുന്നു. അത് ഉള്ളിലേക്ക് വരുന്നു. പിന്നെ എന്താ താഴേക്കുള്ള ഓപ്ഷൻ വരുന്നു. അപ്പോൾ അങ്ങനെ ആംഗിൾ മാറ്റി കൊടുക്കുകയാണ്. അതേപോലെ ഈ ഭാഗത്ത് അങ്ങനെ ഒരു എല്ലാ ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞു. ഞാനിപ്പോൾ ഇനി ഒരു അടുത്ത ആംഗിളൂടെ കൊടുക്കുകയാണ്. ബാക്ക് സ്പേസ് അടിച്ചിട്ട് ഒരു 270 കൊടുക്കുകയാണ്. എൻ്റർ അടിച്ചു. നമുക്ക് എല്ലായിടത്തും കൊടുക്കണ്ട. ക്ലോസ് ചെയ്തിട്ട് വേണ്ട ഭാഗങ്ങൾ മാത്രം കൊടുക്കാനാണ്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. 3 ഇലകൾ വരുന്ന ഭാഗം മാത്രം ജസ്റ്റ്, എല്ലായിടത്തും വേണമെന്നില്ല, ജസ്റ്റ് അവിടെ വേണ്ട 3 തന്നെ ഉണ്ട്, ഇവിടെ കൊടുക്കാം. പിന്നെ ബാക്കി ഏകദേശം ആയി. അവിടെ കൊടുക്കണമെന്നില്ല, ഇവിടെ വേണമെന്നില്ല, അവിടെയും വേണമെന്നില്ല. 3 ഭാഗത്താണ് നമുക്ക് കൊടുക്കാൻ. 3 5 ഒക്കെ ആയിട്ട് കാണുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ ആംഗിൾ മാറുന്നതനുസരിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് ബാക്കി എല്ലാ വ്യൂവും നമുക്ക് കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മുടെ ഫയൽ ഏകദേശം കംപ്ലീറ്റായി, ഇലകളായി. ചിത്രത്തിൽ കാണുന്ന പോലെ ഏകദേശം ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ആയി. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നേരത്തെ വരച്ചതാണ്. ഇനി സേവ് ചെയ്യുക. അതേപോലെ വാലൊക്കെ നമ്മൾ വരച്ചിരുന്നു. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് സേവ് ചെയ്യാനും ഫയലിൽ ഞാൻ നേരത്തെ സേവ് ചെയ്തതാണ്, അതുകൊണ്ടാണ് അതിൽ പേരെടുത്തെന്ന് കാണുന്നത്. സേവ് ഒരു തവണ കൊടുത്താൽ ഇപ്പോൾ വീണ്ടും സേവ് ആസ് എടുത്താൽ ഇതേപോലെ ഓപ്ഷൻ കാണിക്കും. KRA ഓപ്ഷനാണ്. ക്രിറ്റയുടെ ഇതുവരെ ഇതിൽ ഹോമിൽ, PTMHSൽ, സ്റ്റുഡൻറ്റ് വർക്ക്സ് 8ൽ അതേപോലെ പേര് കൊടുത്ത് സേവ് കൊടുക്കാൻ പറ്റും. അപ്പോൾ സേവായി. പക്ഷേ നമുക്ക് സേവിങ് മാത്രമല്ല, ഇതൊരു ചിത്രമായിട്ട് കാണണം. അതിന് നമ്മൾ ഫയലിൽ എക്സ്പോർട്ട് എടുക്കുക. ഇതിൽ ഓപ്ഷൻ ഫയൽസ് ഓഫ് ടൈപ്പ് മാറ്റിയിട്ട് PNG ആക്കി കൊടുക്കുക. PNG JPG ഒക്കെ കൊടുക്കാം. അതിൽ PNG കൊടുക്കുക. എന്നിട്ട് 8 എന്നുള്ള പേര് തന്നെ സ്റ്റുഡൻറ്റ് വർക്ക്സിൽ സേവ് കൊടുക്കുക. ഈ പേര് തന്നെ കിടന്നോട്ടെ. സേവ് കൊടുത്തു. ഇതിൽ ഓപ്ഷൻ ചോദിക്കേണ്ട സൈസ് നമ്മൾ ഓക്കെ കൊടുക്കുക. മൈ ഫയൽസിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹോമിൽ വർക്ക് ചെയ്തതാ 8 PNG. സൈസ് കൂടുതലായിട്ട് നോക്കി നോക്കാം, തുറന്ന് നോക്കാം. അത് സൈസ് കൂടുതലായിട്ട് തുറന്നു വരില്ല. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. വീണ്ടും ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ തുറന്നു വരുന്നുണ്ടാവും. അത് നേരെ സൈസ് കൂടുതലായിട്ടാണ് തുറന്നു വരാത്തത്. പിന്നെ നമുക്ക് ഇപ്പോൾ തുറന്നു വന്നു. നമ്മുടെ ഫയലാണ്. ക്ലാരിറ്റി ഉണ്ട്. 8ൻ്റെ 1ാമത്തെ പാഠം ഇവിടെ അവസാനിച്ചു.